ഹായ് എവറി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ പോയിൻറ്റ് ഫസ്സിങ് ആണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു IP എടുത്ത് IP Nmap സ്കാൻ ഇട്ട് അതുകൂടാതെ തന്നെ അതിൻ്റെ സോഴ്സ് കോഡ് ചെക്ക് ചെയ്തിട്ട് യൂസർ നെയിം എനുമറേറ്റ് ചെയ്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അതേ കൂടാതെ തന്നെ ബാപ്ലേസർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് എന്താ പറയുക വെച്ചാൽ ഒരു ടാർഗറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ടാസ്ക്കാണ് എൻ പോയിൻറ്റ് ഫസ്സിങ് എന്ന് പറയുന്നത്. എൻ പോയിൻറ്റ് ഫസ്സിങ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തത് നോക്കി abc.com/admin example.com/login, അതേപോലെ തന്നെ അടുത്ത ഡൊമൈൻ നെയിമും ഉണ്ട്, അതിൻ്റെ കൂടെ /users, ഇങ്ങനെ ഒരു 3 ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാ വെബ്സൈറ്റിനകത്തും അല്ലെങ്കിൽ ഒരുവിധം വെബ്സൈറ്റിനകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ /admin /login /users നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനാണ് ബേസിക്കലി എന്ത് എൻ പോയിൻറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, എൻ പോയിൻറ്റ്സ്. അപ്പോൾ ചില സൈറ്റിനകത്ത് എൻ പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് എന്താ പറയുക വെച്ചാൽ ആ വെബ്സൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ലൈക്ക് abc.com മാത്രം, വേറെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും വരില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ അങ്ങനത്തെ ബട്ടണേ ഉണ്ടാവില്ല. ബട്ട് ചില സൈറ്റിൻ്റെ സെർവറിനകത്ത് മേ ബി ഹിഡൻ ആയിട്ടുള്ള എൻ പോയിൻറ്റ്സ് ഉണ്ടാവും. ആ എൻ പോയിൻറ്റ്സിനകത്ത് ചിലപ്പോൾ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ എൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സൈറ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തുതരാം. ഇതിനകത്ത് ഒരു എൻ പോയിൻറ്റ് പോലും ഇല്ല. നിങ്ങൾ നോക്കിയേ, ഒരു എൻ പോയിൻറ്റ് പോലും ഇല്ല, ജസ്റ്റ് ഈ IP അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ തന്നെ നേരെ ട്രൈഹാക്മിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുണ്ട്, /room pickle ഇങ്ങനത്തെ ഒരു / കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ കേസിലൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് എന്താ പറയുക, ഫസ്റ്റ് ചെയ്യത്. ഓക്കെ, ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക വെച്ചാൽ ഇത് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് നേരെ ടെർമിനലിൽ പോവുക. ടെർമിനലിൽ പോയിട്ട് ഇവിടെ ഡിർബ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡിർബ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, IP പേസ്റ്റ് ചെയ്യുക. ഇതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റിൻ്റെ എൻ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് തരും. അപ്പോൾ ഇത് സ്കാനിഡാണ്. അപ്പോൾ സ്കാനിഡ് നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം എടുക്കും ഇത് സ്കാൻ ചെയ്യാം. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കണ്ടില്ലേ, / ഇട്ടിട്ട് ഓരോന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ / ഇട്ട് ഓരോന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷനകത്ത് ഇത് വർക്കാവുന്നുണ്ടോ അത് വർക്കാവുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാണ്, ഇത് ബേസിക്കലി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ /assets, അപ്പോൾ ഈ IP അഡ്രസ്സിൽ മിക്കവാറും എന്ത് ചെയ്യുന്നുണ്ട്, /assets എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ഉണ്ട്. ഡയറക്ടറി മീൻസ് ഫോൾഡർ. ഓക്കെ, അപ്പോൾ ഈ / ഇട്ട് വരുന്നത് കൂടുതലും ഡയറക്ടറി അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫോൾഡറോ അല്ലെങ്കിൽ ഫയലുകളോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഹിഡൻ ആയിട്ട് ഇതുവരെ നമുക്കൊന്നും ഈ വെബ്സൈറ്റിനകത്ത് ഒരു ബട്ടൺസ് പോലും ഇല്ല, ജസ്റ്റ് കാണുന്നത് ഈ ഡിസൈൻ മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് ടെക്സ്റ്റും ഉണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു ഡിർപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള എൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് കഴിയത്തിരി സമയം എടുക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് സ്കാൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ക്യാൻസൽ അടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എൻ പോയിൻറ്റ്സ് ഇതിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഫുള്ളി സ്കാൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുനിന്ന് assets /index.html /robots.txt /server status ഇങ്ങനത്തെ കുറച്ച് എൻ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഗൂഗിളിലിട്ട് നോക്കുക അല്ലെങ്കിൽ URL ഇട്ടിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് സെർവർ സ്റ്റാറ്റസ് കണ്ടോ, അതിൻ്റെ നേരെ കണ്ടില്ല 403 മിക്കവാറും എന്താണ്, എററാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല. ബട്ട് ഇതെന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റസ് കോഡ് നിങ്ങൾ പഠിക്കണം. അത് നിർബന്ധമായിട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്സിങ്ങിൻ്റെ റിസൾട്ട് തമ്മിൽ ഒരു കണക്ഷൻ വരില്ല. അപ്പോൾ ഈ സ്റ്റാറ്റസ് കോഡ് എന്താണെന്ന് പഠിക്കുക, അത് റിസർച്ചിന് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ വെച്ചാൽ index.html robots.txt സെർവർ സ്റ്റാറ്റസ്. അപ്പോൾ വെച്ചാൽ ഞാൻ ഇതിൽ robots.txt ആണ് സെലക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് robots.txt സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്കധികം ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഓൾറെഡി എനിക്കറിയാം ഇതിൻ്റെ അകത്തായിരിക്കും ഇതിന് ഹിൻ്റ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് കോപ്പി ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ളതും നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈഡിൽ നിന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത് നേരെ പോയിട്ട് പുതിയ ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഇത് പേസ്റ്റ് ചെയ്തു. ലൈക്ക് ഇത് കണ്ടില്ല, ഈ അഡ്രസ്സ് തന്നെ, ഈ അഡ്രസ്സിൻ്റെ /robots.txt ഇട്ടു എന്നുള്ളൂ. ഈ IP അഡ്രസ്സിൻ്റെ കൂടെ /robots.txt ഇട്ടത് ഞാൻ പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹെൻഡർ അടിക്കുമ്പോൾ ഇവിടെ കണ്ടോ ഒരു സ്ട്രിങ് വന്നിട്ടുണ്ട്, ഒരു റെസ്പോൺസ്, ഒരു ടെക്സ്റ്റ് ഇവിടെ റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എൻ പോയിൻറ്റ് robots.txt എൻ പോയിൻറ്റിൽ പോയപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റിസൾട്ട് കിട്ടി. ഇനി നേരെ എന്ത് ചെയ്യുക വെച്ചാൽ ഞാൻ വീണ്ടും ഈ IP ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഈ IP പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് login.php കൊടുക്കണം. login.php. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ട് ലോഗിൻ പേജ് ഇവിടെ വരും. ഓക്കെ, നമ്മുടെ ലാബിൻ്റെ ടൈം എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ IP ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആവും. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം, IP ഒന്ന് റീലോഡ് ആവട്ടെ. നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, 60 മിനിറ്റ്സ് ഇത് ഉണ്ടാവുള്ളൂ, 1 hour എന്ത് ചെയ്യുന്നുള്ളൂ ഒരു ലാബിൽ ആക്സസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാബ് ടെർമിനേറ്റ് ആവും. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ IP മേ ബി എന്താവും, ചേഞ്ച് ആവും. ഓക്കെ,
അപ്പോൾ അതിനൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വെബ്സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നോക്കൂ. ഓക്കെ, IP അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്യണം. കണ്ടോ, പഴയ IPയും പുതിയ IPയും തമ്മിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ഞാനിതുപോലെ പേസ്റ്റ് ചെയ്തു, എൻ്റർ കൊടുത്തു, ലോഡായി. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ പഴയ IP മാറ്റിയിട്ട് പുതിയ IP കൊടുക്കുക, /robots.txt. ഇത് സ്കാൻ ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് മറ്റേ IP മാറിയിട്ട് പുതിയ IP ആയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ /robot.txt അവിടെ തന്നെ ഉണ്ടാവും, അത് മാറൊന്നുമില്ല, അതിൽ ചേഞ്ച് ഒന്നും വരില്ല, IP മാത്രമേ മാറത്തുള്ളൂ. സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വെച്ചാൽ പുതിയ ടാബ് ഓപ്പൺ ചെയ്തിട്ട് /login.php എന്ന് കൊടുക്കുകയാണ്. ഹിറ്റ് എൻ്റർ കൊടുത്തു. അപ്പോൾ വെച്ചാൽ ഇവിടെ ലോഗിൻ പേജ് വന്നു, കണ്ടോ. അപ്പോൾ ഈ login.php എന്ന് പറയുന്നത് നമ്മുടെ ഡെർബിൻ്റെ റിസൾട്ടിൽ വന്നിട്ടേ ഇല്ല അല്ലേ. നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കാൻ ഫുള്ളി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും login.php എന്ന് പറഞ്ഞ സാധനം തന്നെ വന്നിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ login.php എന്ന് പറയുന്ന സാധനം PHP എക്സ്റ്റൻഷനിൽ വരുന്നൊരു സാധനമാണ് അല്ലേ. login.php ആണ്. മറ്റേന്ന് വെച്ചാൽ നമുക്ക് നോർമലി കിട്ടിയതൊക്കെ എന്താണ്, ജസ്റ്റ് robots.txt ഉണ്ട്. ബട്ട് ബാക്കിയുള്ളതൊക്കെ തന്നെ അസെറ്റ്സ്, സെർവർ സ്റ്റാറ്റസ്, ഇതൊക്കെ നോർമലി എക്സ്റ്റൻഷൻ വരാത്തൊരു സാധനമാണ്. അപ്പോൾ വെച്ചാൽ ഈ ഡിർബിന് അത്ര വലിയൊരു എന്താ പറയുക വെച്ചാൽ ഹെവി സ്കാൻ എടുക്കാനുള്ള അല്ലെങ്കിൽ ഹെവി സ്പീഡിൽ സ്കാൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കാനേഴ്സ് ഉണ്ട്, ലൈക്ക് ഫഫ്. ഈ ഫഫ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നല്ല സ്പീഡിൽ സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതുപോലെ login.php ഒക്കെ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപിടിച്ച് തരും. ഡിർബ് ഈ login.php നമുക്ക് കണ്ടുപിടിച്ച് തന്നിട്ടില്ല, നമുക്ക് robots.txtയും സെർവർ സ്റ്റാറ്റസും അസെറ്റ്സും ഒക്കെയാണ് കണ്ടുപിടിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നോർമലി ജസ്റ്റ് ഗസ് ചെയ്ത് എടുത്തതാണ്. നിങ്ങളെന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങളിത് സ്കാൻ ചെയ്തിട്ട് തന്നെ ഇത് കണ്ടുപിടിക്കണം. എന്നുവെച്ചാൽ എൻഡ് പോയിൻറ്റ് ഫസ്സിങ് യൂസ് ചെയ്തിട്ട് തന്നെ, എൻഡ് പോയിൻറ്റ് ഫസ്സിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻഡ് പോയിൻറ്റ് സ്കാനിങ് അല്ലെങ്കിൽ ഡയറക്ടറി സ്കാനിങ് എന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ആ ഡിർബോ അല്ലെങ്കിൽ ഫഫോ ഏത് ടൂളാണ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് ഈ login.php കണ്ടുപിടിക്കുക. ഇതെനിക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടും ഞാൻ ജസ്റ്റ് ഇനി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് റാൻഡം ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നോർമലായിട്ട് കോമൺ ആയിട്ട് വരുന്ന എൻഡ് പോയിൻ്റ് ആണത് ഈ login.php എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഗസ് അടിച്ചാലും അത് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവിടെ യൂസർ നെയിം പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ എന്താ വെച്ചാൽ ഈ സൈറ്റിലേക്ക് പോകുന്നു. നമ്മുടെ സൈറ്റിനകത്ത് പോയിട്ട് നേരത്തെ നിങ്ങൾ കണ്ട ഓർമ്മയില്ലേ, വ്യൂ പേജ് സോഴ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസർ നെയിം കിട്ടിയിട്ടുണ്ട്. ഈ യൂസർ നെയിം ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ യൂസർ നെയിം ഞാൻ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ പാസ്വേഡാണ്. പാസ്വേഡിനകത്ത് കണ്ടോ robots.txt നമുക്കൊരു പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. സോ ഈ പാസ്വേഡ് എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യണം. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഇടണം. ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇത് ഗസ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത് ലോഗിനായി. വിച്ച് മീൻസ് ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗിൻ പേജ് നമ്മൾ ബ്രേക്കായി. സോ എനിക്ക് പറയണമെന്ന് വെച്ചാൽ റിയൽ സിനാരിയോയിൽ ഒരിക്കലും ഇതുപോലെ വർക്കാവില്ല. ഓക്കെ, ഇത് ജസ്റ്റ് എന്താ പറയുക, ബൈ മിസ്റ്റേക്കലി അല്ലെങ്കിൽ ഇൻറ്റൻഷ്യലി ഈ ഒരു ലാബ് ഇങ്ങനെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. ബട്ട് 100% ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ദർ ഇസ് എ ചാൻസ്, മേ ബി യൂസർ നെയിം പാസ്വേഡൊക്കെ പല സോഴ്സ് കോഡിലും ലീക്കേജ് വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഒരു സോഴ്സ് കോഡിൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ലോഗിൻ പേജ് കയറി കഴിഞ്ഞാൽ ലോഗിൻ ആകാൻ പറ്റും. മനസ്സിലായോ? അത് അതിൻ്റെ പാസ്വേഡ് തന്നെ ആവണം, അതിൻ്റെ പാസ്വേഡും അതിൻ്റെ യൂസർ നെയിം തന്നെ ആണോ. ബട്ട് robots.txt അകത്തൊക്കെ ഇതുപോലെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് പാസ്വേഡ് ഇടുന്നത് അങ്ങനെ കാണാറേ ഇല്ല, അങ്ങനെ ആരും ചെയ്യാറുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതുപോലത്തെ ചില ലീക്കേജസ് വരുമ്പോഴാണ് എന്ത് കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി വീക്ക്നെസ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരു യൂസർ നെയിം സോഴ്സ് കോഡിൻ്റെ അവിടെ ലീക്കായി, അതേപോലെ തന്നെ പാസ്വേഡ് robots.txt അവിടെ ലീക്കായി. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ലോഗിൻ ചെയ്ത്, എന്നുവെച്ചാൽ ആക്ച്വലി അത് അവിടെ ലീക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ലോഗിൻ ആയത് അല്ലേ. ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ലോഗിൻ ആവുന്ന ഏരിയാസ് അല്ലെങ്കിൽ ആ ലോഗിൻ പേജിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ആകുമ്പോൾ ബേസിക്കലി അവിടെ അങ്ങനെ ഒരു ലീക്കേജ് വന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു യൂസർ നെയിം പാസ്വേഡ് ലീക്കേജ് വന്നതുകൊണ്ടാണ്, അതിനാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഡെവലപ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണെന്ത് അങ്ങനൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും സോഴ്സ് കോഡിൻ്റെ അകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറക്ടറിൻ്റെ അകത്തോ അല്ലെങ്കിൽ എൻഡ് പോയിൻറ്റ് ഫസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല. മനസ്സിലായോ? ഇതാണ് ബേസിക്കലി എന്ത് ചെയ്ത് ഈ ഒരു അറ്റാക്കിലൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. സോ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ എൻഡ് പോയിൻറ്റ് ഫസ്സിംഗ് ആണ്. ഒരു ജസ്റ്റ് ഫസ്റ്റ് ചെയ്തിട്ട് ഡയറക്ടറി ഫസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ എടുക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തു. ഓക്കെ, താങ്ക് യു.